Hello viewers, myself Dr. Farzana, consultant dermatologist at Face Advanced Center, Kazhakoottam. നമ്മുടെ സ്ഥിരം പ്രാക്ടീസിൽ കേട്ടുവരുന്ന ചോദ്യങ്ങളിലൊന്നാണ് എക്സിമ ആൻഡ് ഡ്രൈ സ്കിൻ ഒന്നാണോ എന്നത്. ലെറ്റ്സ് ബ്രേക്ക് ദ മിത്സ് ആൻഡ് മിസ്കൺസെപ്റ്റ്സ്. ഡ്രൈ സ്കിൻ എന്നത് ഒരു നോർമൽ സ്കിൻ ടൈപ്പാണ്. സ്കിൻ ടൈപ്പിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: നോർമൽ സ്കിൻ, ഓയിലി സ്കിൻ ആൻഡ് ഡ്രൈ സ്കിൻ. സിബം പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ടാണ് ഓയിൽ കൂടുന്നത്. നോർമൽ സ്കിൻ ഈസ് എ ബാലൻസ് സ്കിൻ. എന്നാൽ നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് കുറവായതുകൊണ്ടാണ് സ്കിൻ ഡ്രൈ ആയി പോകുന്നത്. ഡ്രൈ സ്കിൻ ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. എന്നിരുന്നാലും ചില ഫാക്ടേഴ്സ് സ്കിന്നിൻ്റെ ഡ്രൈനെസ്സിനെ കൂട്ടിയേക്കാം. അതായത് എയർ കണ്ടീഷൻ എൻവയോൺമെൻറ്റ്, കോൾഡ് വെതർ, സ്ട്രെസ്, ഡീഹൈഡ്രേഷൻ മുതലായവ. മീൻവൈൽ എക്സിമ ഈസ് ആൻ അലർജിക് സ്കിൻ കണ്ടീഷൻ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവർ ആക്ടിവിറ്റി കൊണ്ടാണ് എക്സിമ ഉണ്ടാകുന്നത്. ഓൾസോ ഫിലാഗ്രിൻ ജീൻ മ്യൂട്ടേഷൻ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ആസ്മ, അലർജി എന്നിവയും റിസ്ക് ഫാക്ടേഴ്സാണ്. എക്സിമയുടെ ആദ്യ ലക്ഷണം തന്നെ ചൊറിച്ചിലാണ്. ചൊറിഞ്ഞ സ്കിൻ ഡാമേജ് ആയാൽ എക്സിമ കൂടിയേക്കാം. അതായത് എക്സിമ തുടങ്ങുമ്പോൾ ചെറിയ പാച്ച് ആയിരിക്കും, പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് എക്സിമയുടെ പാച്ച് വലുതായി വരുന്നത്. ഹൗ ടു ടേക്ക് കെയർ ബോത്ത്. എക്സിമ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും നല്ലതുപോലെ കെയർ ചെയ്യണം. സ്റ്റാർട്ടിങ് ഫ്രം യുവർ സോപ്പ്. Always use paraben-free, fragrance-free soap. As a dermatologist, we recommend traditional Pear soap or Dove soap. Also, you can use a liquid body wash. That is also okay. Second thing is moisturization. Use moisturizer twice daily. Also, loofah, scrub, തൈര്, പയറുപൊടി മുതലായവ യൂസ് ചെയ്യുന്നത് നിർത്തണം. Plus, hydration is very important. Drink 3 to 4 liters of water. When to consult your dermatologist? ഡേ ബൈ ഡേ ചൊറിച്ചിൽ കൂടി വരുന്നു, അല്ലെങ്കിൽ എക്സിമയുടെ പാച്ച് വലുതായി വരുന്നു, പുതിയ ബോഡി പാർട്ട് ഇൻവോൾവ് ആകുന്നു, അല്ലെങ്കിൽ എക്സിമ പാച്ചിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ചു വരുന്നു. ദീസ് ആർ ദ വാർണിംഗ് സൈൻസ്. പ്ലീസ് വിസിറ്റ് യുവർ ഡെർമറ്റോളജിസ്റ്റ്. Hope I have cleared the basics between eczema and dry skin. Thank you.